പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നണ വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്കാൻ സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ അതിരസകരമായൊരു വാക്കുണ്ട്, ഭയങ്കര പ്രാക്ടിക്കലാണ്. നിങ്ങൾക്ക് കേൾക്കാതെ ഈ പ്രഭാഷകൻ 37 പ്രഭാഷകൻ 37:28 എല്ലാവർക്കും എല്ലാം നന്നല്ല. കേട്ടോ, എങ്ങനെയുണ്ട് പരിപാടി? എല്ലാവർക്കും നല്ലതല്ല. ഇത് ബൈബിൾ ഇത് വളരെ ആപ്ലിക്കബിളായിട്ട് ഫോളോ ചെയ്യുന്ന കോമൺ പ്രിൻസിപ്പിളാണ്.
ഞാനൊരു ദിവസം ഉണ്ടല്ലേ, എൻ്റെ ഒരു അടുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു ഓൾഡ് മിനിസ്റ്റർ. അപ്പം അദ്ദേഹം ഒരു മാസം കൂടുമ്പോൾ ചുമ്മാ വിസിറ്റ് വരാം. വയസ്സനായി, പണ്ട് മന്ത്രിയായിരുന്നു, ഞാൻ വകുപ്പൊന്നും വേണ്ട, അപ്പോൾ ഞങ്ങൾ പിടിച്ചെടുക്കും. അപ്പോൾ ജസ്റ്റ് ചുമ്മാ എന്നെ കാണാൻ വരും. അപ്പം ഞങ്ങളിടയ്ക്ക് തമ്മിലൊക്കെ പ്ലാൻ ഇട്ടിട്ട് ഗവൺമെൻറ് ലെവലിൽ കുറേ യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹം വീടിൻ്റെ തെക്ക് വശത്തുള്ള, അതാണ് എൻട്രൻസ്, തെക്കോട്ട് ദർശനം വീടിൻ്റെ ആ സിറ്റ് ഔട്ട് ചെയ്യുന്ന തെക്കോട്ട് ഒരു 3 സ്റ്റെപ്പ് ഇട്ട എൻട്രൻസ്. ആ എൻട്രൻസ് കെട്ടി അടക്കണം പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നാ പരിപാടിയാണെന്ന് ചോദിച്ചു. എൻ്റെ ഇവിടെ മുഴുവൻ രോഗമാണ്, ഇവിടെ മുഴുവൻ രോഗമാണ്. ഭാര്യ ഇപ്പം അവിടെ രോഗമായിട്ട് കിടക്കുക, ഇപ്പം മകന് അസുഖം, എനിക്ക് അസുഖം. അപ്പം ഇത് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വിഷയത്തിലൊക്കെ അറിവുള്ളവർ പറഞ്ഞത്, തെക്കോട്ട് ഇറങ്ങണത് ശരിയല്ല, തെക്കോട്ട് ഇറങ്ങി എപ്പോഴും ഇങ്ങനെ ക്ഷീണവും രോഗവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് കെട്ടിയടച്ചിട്ട് കിഴക്കോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നെക്കാലത്ത് പ്രായമുള്ളതുകൊണ്ട് ഞാൻ തർക്കുത്തരത്തിലൊന്നും പോയില്ല. എന്താ വെച്ചാൽ തർക്കുത്തരത്തിലൊരു വകുപ്പോടെ ഉണ്ട്. എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ സാറ് കിഴക്കോട്ട് ഇറങ്ങിയാലും കിഴക്ക് വേറെ ആൾക്കാരുടെ വീടും മതിലൊക്കെ, അതെനിക്കറിയാം. റോഡ് തെക്കുവശത്താണ്. ഇപ്പം കിഴക്കോട്ട് ഇറങ്ങിയാലും നമ്മൾ റോഡിലോട്ട് കയറുമ്പോൾ തെക്കോട്ട് തിരിയേണ്ടി വരും. അപ്പോൾ അതെന്താ, അത് പിന്നെ തെക്കോട്ട് തിരിയണമല്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട്, അദ്ദേഹത്തിൻ്റെ പ്രായവും പിന്നെയല്ല, ഞാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരാളാണ് പൊതുവെ. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിൽ ഒരു വചനം വന്ന്, എന്താണെന്നറിയാമോ, ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബൈബിളിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒരു നിലപാടുണ്ട്. നിയമാവർത്തനം 18:14, നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ, നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്നികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല. അതിനനുവദിച്ചിട്ടില്ല. ആ തെറ്റാണ് ശരിയാണെന്നല്ല ബൈബിൾ പറയണത്. യു ആർ നോട്ട് അലൗഡ് ടു ഡൂ സോ. അതെപ്പോഴും നമ്മൾ ഓർക്കണം. അതായത് നമ്മൾ ക്രിസ്തുവിനെയും ഒരു കൈ പിടിച്ച് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും അങ്ങനെയൊക്കെ പോകാൻ പറ്റത്തില്ല. ഓരോ വിശ്വാസത്തിനും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ എവിടെയാണ് നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിരുസന്നിധിയിൽ വ്യക്തത വരുത്തണം. ഇല്ലാത്തവൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രസക്തിയില്ല. അത് വളരെ ഇങ്ങനെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ടൈം എടുക്കാൻ കാരണം, നിന്നെ അത് തെറ്റോ ശരിയാണെന്നല്ല പ്രശ്നം. അവിടെ കരുത്ത് കയറാനോ അല്ലെങ്കിൽ അവിടെ തിരുത്താനോ മേക്കട്ട് കയറാനോ ഒരു കാര്യമില്ല. ലെറ്റ് ദം ഹാവ് ദെയർ ഫെയ്ത്ത്. പക്ഷെ നിന്നെ അതിനെ അനുവദിച്ചിട്ടില്ല. വെൻ യു റിസീവ് ദ ഫെയ്ത്ത് ഓഫ് ദി ബൈബിൾ ആൻഡ് ഇറ്റ്സ് റെവലേഷൻ, കർത്താവിൻ്റെ വെളിപാട് നീ ഫോൺ ചെല്ലുമ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ വചനങ്ങളാണ് നിൻ്റെ വഴികാട്ടി. അതിനെതിരെ വരുന്ന ഒരു സാധനത്തിൻ്റെ നിങ്ങൾ പോയി തലവെച്ചാൽ ഒരു ഗുണം ഉണ്ടാകത്തില്ലെന്ന് തന്നെയല്ല, നീ അത് കൺഫ്യൂഷനാണ്. വിരുദ്ധാഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആൾക്കാർ പറഞ്ഞേ, മീനും മോരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് ഉണ്ടാകുമെന്ന് പറയും. അത് കുറേയൊക്കെ ശരിയാണ്, വൈദ്യശാസ്ത്രപരമായിട്ട് ശരിയാണത്. അപ്പം അതുകൊണ്ട് ചുമ്മാ വിശ്വാസികളുടെ കൂട്ടത്തിൽ കുറേ വെള്ളപ്പാണ്ടുകാരുണ്ട്. അവർ വിരുദ്ധാഹാരം കഴിച്ച് വെള്ളപ്പാണ്ടാകണതാണ്. അപ്പം അതുകൊണ്ട് ബൈബിളിൻ്റെ ഈ കൃത്യമായ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാനാകുന്നു വഴി, ഞാനാണോ സത്യം, ഞാനാണ് ജീവൻ. നീ അതല്ലേ ഫോളോ ചെയ്യണത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മൾ ചിലർ പറയുകയല്ലേ, ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് എവറെഡി ബാറ്ററി. അത് കമ്പനിക്കാരൊക്കെ തന്നെ പറയണത്, അവിടെ ആ ടോർച്ചിൻ്റെ ആ പ്രകാശം സമ്പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന അവരുടെ ബാറ്ററി ഉണ്ട്. അതാണ് വിഷയം. അല്ലാതെ എവറെഡി ബാറ്ററി എടുത്ത് കൊണ്ടുപോയി തോഷോ ഇടുകയോ അല്ലെങ്കിൽ റേഡിയോ ബാറ്ററി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കാരെ ഉത്തരവാദിത്വമല്ല. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. ഈ ഉദാഹരണത്തിനും ഉപമകൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ലിംബ് ആൻഡ് ഡെഫ്നെസ് ഉണ്ടാവും.
എങ്കിലും പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ നീ ഷാർപ്പനാവുക. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ്. ആ ദൈവം നിന്നോട് സത്യസന്ധത പ്രവർത്തിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് എളിമപ്പെടാൻ സാധിക്കാത്തതാണ്, നിഷേധിക്കാൻ പറ്റാത്തത്. നിഷേധിക്കണമെങ്കിൽ നീ എളിമപ്പെടണം. അപ്പോൾ എളിമപ്പെടാതിരിക്കാൻ പിശാച് അവിടെ ഒരു വിഷം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അവിടെ ഒരു വല വിരിച്ചു വെച്ചിട്ടുണ്ട്. എളിമപ്പെടാത്ത കാര്യം എന്താ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ അവിടെ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ അഹങ്കാരം അതിൻ്റെ അകത്ത് വരും. അപ്പോൾ എളിമയുണ്ടാകില്ല. എളിമയില്ലെങ്കിൽ നിനക്ക് നിന്നെ നിഷേധിക്കാൻ സാധിക്കില്ല. ഇന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് റോമ 2-ാം അധ്യായം 1 പറയണം, നീ ആരെയും വിധിക്കരുതെന്ന് ദൈവം പ്രത്യേകം പറഞ്ഞിരിക്കണം. നീ വിധിക്കപ്പെടും. നീ വിധിച്ചു കഴിയുമ്പോൾ, നമ്മ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മ അവിടെ സംഭവിക്കുന്ന എന്താ? ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുമ്പോഴോ, നമ്മ വേറെ ആളെ ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുമ്പോഴോ നമ്മളുടെ അകത്ത് നമ്മ അറിഞ്ഞോ അറിയാതെയോ കിടക്കുകയാണ്, ഈ പ്രവൃത്തിയിൽ ഞാൻ മെച്ചമാണ്, അയാളെക്കാളും ഞാൻ മെച്ചമാണ്. അവിടെ തുലനം ചെയ്ത് നോക്കിയാണ്. തുലനം ചെയ്ത് നോക്കിയിട്ടാണ് കുറ്റം പറയുന്നത്. അത് ശ്രദ്ധിക്കണം. തുലനം ചെയ്തിട്ട് ഇയാളെക്കാളും ഞാൻ മെച്ചമാണെന്ന് പറയുമ്പോഴത്തേക്കും നീ വലുതായി. അവിടെ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കില്ല. ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സാധിക്കില്ല. അവിടെ അഹങ്കാരം വന്നു. അവൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ അപ്പോൾ ആ തെറ്റ് ചെയ്യില്ലെന്ന് എവിടെയോ നിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാനാണെങ്കിൽ ചെയ്യില്ല. അത് അഹങ്കാരമാണ്. നീ ഇപ്പം ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നീ ചെയ്യാതിരിക്കുന്നത്. നിൻ്റെ കഴിവ് കൊണ്ട് ഒരു നല്ല പ്രവൃത്തി നമുക്ക് സാധിക്കില്ല. നമ്മളിൽ ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് സൗജന്യ ദാനമാണത്. അത് നമ്മ അഹങ്കരിക്കും, ഞാനത് ചെയ്തിട്ടില്ല. അവൾ കണ്ട ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞ് പ്രവർത്തിച്ച് നമ്മ കൂട്ടുകാർ തമ്മിൽ ഒരു പെണ്ണെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അങ്ങനെയില്ല, ഞാനാണെങ്കിൽ ചെയ്യില്ല, എന്നിൽ നന്മയുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അത് പറഞ്ഞ് പോയി. അവിടെ നീ നിന്നെ നിഷേധിച്ചിട്ടില്ല. നിഷേധിക്കാതെ പിന്നെ നിനക്ക് എന്ത് സഹനം ഉണ്ടെങ്കിൽ അത് സഹനമായിട്ടിരിക്കും. അത് കൃപയായിട്ട് മാറില്ല. കുരിശെടുക്കാൻ ഈശോ പറയണം, നിന്നെ നിഷേധിച്ചിട്ട് നീ കുരിശെടുക്കുമ്പോഴാണ് അത്
കൃപയായിട്ട് മാറണ. ആ കൃപയാണ് നീ എൻ്റെ സ്വന്തമാകുന്ന. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അനുഭവം കിട്ടുക. ആ കൃപ വഴിയാണ് നിനക്ക് അനുഭവം കിട്ടുന്നത്, ബോധ്യം കിട്ടുന്നത് ദൈവം എൻ്റെ സ്വന്തമാണെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിഷമിച്ച് പെരുവിരുത്ത് ജീവിതം മൊത്തം ഇങ്ങനെ കറഞ്ഞുകൊണ്ട് നമ്മളെ ജീവിതം അവസാനിപ്പിക്കും. അപ്പോൾ ഇത് താരതമ്യ പെടുത്തി നോക്കും, തുലനം ചെയ്തു നോക്കും. തുലനം ചെയ്യേണ്ടത് ഇത് ബൈബിളിൽ ഇത് ഉണ്ട്. ബൈബിളിൽ ലൂക്ക 18-ാം അധ്യായം 11-14 പരിസയരും ചുങ്കക്കാരനും തമ്മിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അതിൽ അംഗീകരിക്കപ്പെട്ടത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ചുങ്കക്കാരനാണ് ദൈവത്തിൻ്റെ സ്വന്തമായത്. പരിസയർ സ്വന്തമായില്ല. കാര്യം എന്താണ്? പരിസയർ അവൻ്റെ പ്രവൃത്തിയെ തുലനം ചെയ്ത് നോക്കിയത് ചുങ്കക്കാരനെ വെച്ചിട്ടാണ്. ഞാൻ ഉപവസിക്കും, പ്രാർത്ഥിക്കും, എൻ്റെ സമ്പാദ്യത്തിൽ 10-1 ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും, ഇവൻ ചെയ്യില്ല. ആര്? ചുങ്കക്കാരൻ ഇതൊന്നും ചെയ്യില്ല. എന്നുവെച്ചാൽ അവൻ തന്നെ ഉയർത്തി. അവിടെ ഉയർത്തിയപ്പോഴത്തേക്കും അവനെ നിഷേധിച്ചില്ല. നമുക്കെല്ലാം ഉള്ള പ്രശ്നം, നമ്മൾ ആരെങ്കിലുമൊക്കെ അടുത്തുള്ളവരൊക്കെ തുലനം ചെയ്ത് നോക്കും. അവനേക്കാൾ ഞാൻ മെച്ചമാണ്, ഇവനേക്കാൾ മെച്ചമാണ്. പക്ഷേ ചുങ്കക്കാരൻ തുലനം ചെയ്ത് നോക്കിയത് ആരെയാണ്? ഈശോനെ തന്നെയാണ് തുലനം ചെയ്ത് നോക്കിയത്. ദൈവമേ, നിന്നെ തുലനം ചെയ്ത എനിക്ക് യോഗ്യതയില്ല നിൻ്റെ മുമ്പിൽ നിൽക്കാൻ. എനിക്ക് നിൻ്റെ മുമ്പിൽ നിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എളിമപ്പെടണമെങ്കിൽ നീ നിന്നെ തന്നെ ദൈവത്തെ തുലനം ചെയ്ത് നോക്കണം, ഈശോനെ തുലനം ചെയ്ത് നോക്കുക. അപ്പോൾ നീ നീതീകരിക്കപ്പെടും, നീ അംഗീകരിക്കപ്പെടും, ദൈവത്തിൻ്റെ സ്വന്തമാകും. ദൈവത്തിൻ്റെ സ്വന്തമാകാൻ ഇങ്ങനെയൊക്കെ പറ്റൂ. ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കണം. ഒന്നും നിൻ്റെ സ്വന്തമല്ല. എല്ലാത്തിലും ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പഠിക്കണം. അത് ശ്രദ്ധിക്കണം. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും വിട്ടുപോകരുത്. താമസിച്ചു കഴിഞ്ഞാൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. വലിയ കാര്യങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ അനുഭവം പറഞ്ഞില്ലേ, 11 കൊല്ലം ഞാൻ കാത്തിരുന്നു. ദൈവത്തിൻ്റെ കൂടെ നിന്ന് ദൈവം പ്രവർത്തിച്ച് ആ 11 കൊല്ലത്തിലാണ് ദൈവം വളർത്തിയത്. എന്തോ ഒരു അനുഭവമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ആ പ്രാർത്ഥന, കച്ചവടത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും വെറുതെ പോയില്ല, അതും തന്ന ദൈവം. പക്ഷെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. അത് അഹങ്കരിക്കാതെ നമ്മൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ അഹങ്കാരം വരുന്നത് നമ്മൾ കുറ്റം പറയുമ്പോഴാണ്. എപ്പോൾ നീ കുറ്റം പറഞ്ഞാലും നീ നോക്കേണ്ടത്, നീ തുലനം ചെയ്യേണ്ടത് ദൈവത്തിനോടാണ്. ദൈവം ഈ പ്രശ്നത്തെ എങ്ങനെ കാണും? നിന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നീ കുറ്റം പറയണതിന് മുമ്പ് നീ തുലനം ചെയ്യേണ്ടത്, ദൈവമേ ഈശോയെ നീയാണെങ്കിൽ എന്ത് പറയും? നിന്നെ കുരിശിൽ കിടത്തിയിട്ടും കുരിശിൽ നിന്നെ ഇട്ടിട്ടും നീ പറഞ്ഞ വാക്കെന്താണ്? പിതാവേ അവരോട് ക്ഷമിക്കണേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല, അവളോട് ക്ഷമിക്കണേ, അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ ഭർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് അവൻ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണേ. എൻ്റെ മക്കളോട് ക്ഷമിക്കണേ, അവൻ അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നിന്നിൽ സമർപ്പിക്കാം. നിൻ്റെ മകനാണ് അവിടെ, എൻ്റെ മകളാണ് അവിടെ. ഈശോ വീണ്ടും സ്നേഹിക്കും. ഈശോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് തുലനം ചെയ്യേണ്ടത്. അവരെന്ത് പറഞ്ഞെന്നുള്ളതില്ല ഓർത്തോർത്ത് ധ്യാനിക്കേണ്ടത്. നമുക്കെല്ലാം ഉള്ള പ്രശ്നം ഓർത്തോർത്ത് ധ്യാനിക്കും. അവരെന്ത് പറഞ്ഞ്, അവരെന്നോട് എന്ത് തെറ്റ് ചെയ്ത്, ഈശോ എന്നോട് എന്ത് പറഞ്ഞ്, അതാണ് ഓർത്ത് ധ്യാനിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളത്, നിന്നെ തന്നെ നീ നിഷേധിക്കേണ്ടത് ഒരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ അത് നീ പരിശീലിക്കേണ്ടത് ഫിലിപ്പിയർ 2:4, 3 തൊട്ട് 4 വരെ.
മറ്റുള്ളവരെ നിന്നേക്കാളും മെച്ചമുള്ളവരായിട്ട് കാണണം നീ. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് കുറ്റം പറയാൻ തോന്നില്ല. അവരെന്നെക്കാളും മെച്ചമാണ്, ഞാൻ അവരെക്കാളും ഈ സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായ അതിനേക്കാളും മോശമായിട്ട് ഞാൻ പ്രവർത്തിക്കും. അതെപ്പോഴും ചിന്തിക്കണം. ഒരിക്കലും ഞാനാണ് ഈ ചെയ്യില്ല, അധാരണ പാടില്ല. പിന്നെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുക, ഇത് ചെയ്യില്ല. ഇതാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നത്തിൻ്റെ കാര്യം. കൂട്ടുകാർ തമ്മിൽ പ്രശ്നമുണ്ടാകാൻ കാര്യം ഇതാണ്. അവർ തമ്മിൽ ഇതെല്ലാം മുറിവായിട്ട് അവിടെ കിടക്കും. മറ്റുള്ളവരുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കില്ല. നിങ്ങൾ വേറെ ഒന്നും ചെയ്തു കൊടുക്കണ്ട, അറ്റ്ലീസ്റ്റ് ഒന്ന് ചെവി കൊടുത്ത് കേൾക്കുക. ഭാര്യ 2 വാക്ക് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ മതി എനിക്ക് മനസ്സിലായി, നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, എന്നോടൊന്നും പറയണ്ട. ഭർത്താവ് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് എനിക്കറിയാം, ഇതൊന്നും എന്നോട് പറയേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. മറ്റുള്ളവരുടെ താല്പര്യം എന്താണെന്ന് ഒന്ന് അറിയുക. അത് ഫിലിപ്പിയർ 2 വചനം പറയുകയാണ്. ഫിലിപ്പിയർ 2 തിരുവചനം പറയുക, നിങ്ങൾ കുറേ പ്രശ്നങ്ങളൊക്കെ തീരും. ഒന്ന് ഇരുന്ന് അവർ സംസാരിക്കുമ്പോൾ ഒന്ന് ചെവി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരിക്കുക. അവരെന്ത് തന്നെ പറഞ്ഞോട്ടെ, അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാ പറയുക. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ വെട്ടിച്ച് കട്ട് ചെയ്ത് കളയും. ഈ കട്ട് ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മുറിവ് കിടക്കുക ഹൃദയത്തിൽ. പണ്ടത്തെ മുറിവ് കിടപ്പുണ്ട്, സംസാരിച്ചൊക്കെ ഇത് ആ മുറിവ് മാറ്റണം. മുറിവ് കിടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ധ്യാനിച്ച് എൻ്റെ ഭർത്താവ് ഇത് എന്നോട് പറഞ്ഞു, അന്ന് ഇത്രാം തീയതി എന്നോട് ഇങ്ങനെ പറഞ്ഞ്, കല്യാണത്തിൻ്റെ അന്നത്തെ ആദ്യ രാത്രി എന്നോട്, അതിൻ്റെ അടുത്ത ദിവസം എന്നോട് പറഞ്ഞ്, ഡേറ്റ് വരെ ഓർത്ത് വയ്ക്കും. ഭർത്താവും ഇതുപോലെ എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു. മുറിവ് വയ്ക്കും. അത് കാര്യം തന്നാൽ ആ മുറിവ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാണ് ഉടമ്പടിയിലെ 1/2 മണിക്കൂർ വചനം വായിക്കണം. ആ മുറിവ് മാറ്റണമെങ്കിൽ വചനം കയറണം, വചനത്തോർത്ത് വെക്കണം, ഈശോനെ തുലനം ചെയ്ത് നോക്കണം. എൻ്റെ ഈ പ്രശ്നത്തിൽ എൻ്റെ സ്ഥാനത്ത് ഈശോ ആണെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നു, എൻ്റെ ഭാര്യയോട് ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നെന്ന് ആ വചനം എടുത്ത് അത് ഓർത്ത് വയ്ക്കുമ്പോൾ അത് മാഞ്ഞു പോകും. മുറിവ് മാഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും തോന്നും ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണമെന്ന്. പക്ഷെ അവർ തമ്മിൽ കണ്ടു കഴിയുമ്പോൾ വഴക്കാകും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മുറിവ് കിടപ്പുണ്ട്, നേരത്തെയുള്ള മുറിവ് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വചനം കൊണ്ട് തന്നെ മാറ്റിയെടുക്കണം. മറ്റുള്ളവരുടെ താല്പര്യത്തിന് സ്ഥാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, നീ ഞങ്ങളോട് സംസാരിച്ചതെന്ന് നന്ദി അമ്മ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളെ നിൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് അമ്മ മാതാവേ. അതുപോലെ ഇപ്പം കിട്ടിയ വചനം, നീ ഞങ്ങൾക്ക് തന്ന വചനത്തിന് നന്ദി. ഞങ്ങളെ ഹൃദയത്തിലുള്ള എല്ലാ മുറിവുകളെയും നീ സൗഖ്യപ്പെടുത്തി തരണം ഈ സമയത്ത്. അതുപോലെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. ഞങ്ങളെ തന്നെ നിഷേധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ. മറ്റുള്ളവരെ ഞങ്ങളെക്കാളും മെച്ചമായിട്ട് കാണാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെല്ലാം താമസിക്കുമ്പോഴും അത് അംഗീകരിക്കാനും അത് ഏറ്റെടുക്കാനും ആ ബോധ്യം തരാനും, അതെൻ്റെ നന്മ നീ കണ്ടിട്ടുണ്ട്, ഈശോ അതിൽ നന്മ കണ്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് തരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ പറഞ്ഞ സമയത്ത് പുരാനോട് വിശ്വമുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്.